2023 ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ലവ് ജിഹാദ്, കോൺസ്പിറസി ആൻഡ് റാഡിക്കലൈസേഷൻ എന്നാണ് ഈ സിനിമയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ഇല്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യം ഒരു സിനിമയുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയാണ്. ആ സിനിമയുടെ പേരിട്ട് വിളിച്ചതാണ് കേരള സ്റ്റോറി എന്ന്. ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഒരേ ശബ്ദത്തിൽ പലതിനോടും ഇല്ലാത്ത ഐക്യത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിഷേധം എന്ന് പറയുന്നത് നിങ്ങൾ കാലാകാലങ്ങളിൽ പരിപോഷിപ്പിച്ചെടുത്ത, താലോലിച്ച് വളർത്തിയെടുത്ത തീവ്ര ആശയങ്ങൾക്കുള്ള പരിപോഷിപ്പിക്കലാണ്, പരിലാളനമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ 10 വർഷമായി രാജ്യം ഭരിക്കുന്നത് BJP ആണല്ലോ. നേരത്തെ എൻ്റെ അതേ ചോദ്യമാണ്. രാജ്യം ഭരിക്കുന്നത് BJPയും 54 ഇഞ്ചിൻ്റെ നെഞ്ചളവുള്ള നരേന്ദ്രമോദിയുമാണല്ലോ. ആ ദാമോദർദാസ് ഭായി മോദി വിചാരിച്ചിട്ട് 10 വർഷമായി കേരളത്തിലെ CPM UDF സഖ്യ സർക്കാർ ഉണ്ടാക്കിയെടുത്ത തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കൊണ്ട് ആ പണിക്ക് കൊള്ളില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞെന്താ, ഇത് ഡോക്യുമെൻ്ററി അല്ലല്ലോ. ഡോക്യുമെൻ്ററി ആയിരുന്നു, ഈ പ്രിസൈസ് കണക്ക് പറയാമായിരുന്നു. ശംഖു, ഇതേ സംവിധായകൻ മുമ്പ് ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ പേര് ഇൻ ദ നെയിം ഓഫ് ലവ് എന്നാണ്. ഇൻ ദ നെയിം ഓഫ് ലവിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, 17,000 പെൺകുട്ടികൾ എവിടെ നിന്ന് പോയിരിക്കുന്നു? കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നു. 15,000 പേർ മംഗലാപുരത്ത് നിന്നും. മംഗലാപുരം ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അവിടുത്തെ കമ്മ്യൂണൽ ഇഷ്യൂസ് മാധുവിന് അറിയാമല്ലോ. അപ്പോൾ വളരെ കൃത്യമായി സെൻസിറ്റീവായി എങ്ങനെ കാര്യങ്ങൾ പറയാം, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നത് ഇവർ നോക്കുന്നുണ്ടെന്നേ. 2009 KT ശങ്കരൻ, ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ നിന്ന് ജേക്കബ് പുന്നൂസ് എന്ന് പറയുന്ന DGPയോട് ചോദിക്കുന്നത്, കേരളത്തിൽ ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ അന്നത്തെ DGP ജേക്കബ് പുന്നൂസ് വളരെ കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിക്കുന്നു, ഇല്ല. 2017 ഓഗസ്റ്റിൽ ഹിന്ദു ജാഗ്രതാ സമിതി, ജനജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ് ഇവരുടെ കർണാടകയിലെ ഒരു സംഘപരിവാർ സംഘടനയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവർ കോടതിയിൽ പോകുന്നു. 30,000 പെൺകുട്ടികളെ കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് കർണാടക സർക്കാർ കോടതിയിൽ കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. 404 പെൺകുട്ടികളാണ് ആ വർഷം അവിടെ നിന്ന് കാണാതെ പോയത്. അതിൽ 338 പേരെ കണ്ടെത്തി. ബാക്കി 57 പേർ. ആ 57 പേരും ഹിന്ദു സമുദായ അംഗങ്ങൾ മാത്രമല്ല, അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദു സമുദായ അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളവും അവിടെ പൊളിക്കപ്പെട്ടു. നരബലി നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ചർച്ച ചെയ്ത വിഷയമാണല്ലോ. നരബലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം വെളിയിൽ വിട്ടൊരു കണക്കുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചാൽ മതിയാവൂ. 68,385 പേരെയാണ് കാണാതായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് 6 വർഷത്തിനിടയിൽ. അതിൽ 58,000 പേരെ കണ്ടെത്തി. എന്നാൽ പോലും 6 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് ഇനി കണ്ടെത്താനുള്ളത് 10,000-ൽ താഴെ മാത്രമാണ്. അങ്ങനെ ഉള്ളിടത്ത് എങ്ങനെയാണ് ഇവർ പറയുന്ന എന്താണ് ഈ സിനിമയുടെ സ്പാൻ ഓഫ് ടൈം 12 വർഷമാണ്. ഈ 12 വർഷം വെച്ച് കൂട്ടിയാലും 20,000 പേരെ കാണാതെ ആവുകയുള്ളൂ. 32,000 പേരെന്നുള്ള കണക്കിൽ അതിൽ തന്നെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 476 അൺസോൾവ്ഡ് കേസസ്. 476 കേസുകൾ മാത്രമാണ് അൺസോൾവ്ഡ് കേസസ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലേക്ക് 6,295 എന്ന് പറയുന്നു. പെർസെൻറ്റേജ് ഓഫ് സോൾഡ് വിമൻ മിസ്സിംഗ് കേസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 93.5% കേരളത്തിൽ. പലയിടങ്ങളിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ, ഒഡീഷയിൽ, മധ്യപ്രദേശിൽ, എന്തിന് തമിഴ്നാട്ടിൽ പോലും അത് 60-നു താഴെയാണ്. തമിഴ്നാട്ടിൽ 65ആണ്, അതിൽ താഴേക്ക് 60-ലാണ്. 93.5% അതിൽ സോൾഡ് വിമൻ മിസ്സിംഗ് കേസസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഇത്രയും ഒരു വിമർശനം കേരളത്തിന് കേൾക്കേണ്ടി വരുന്നത്. ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. അല്ല മാധു, ഈ ഓൾട്ട് ന്യൂസ് വളരെ കൃത്യമായി സുദീപ് സെന്നോട് ചോദിക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. അവർ ഫാക്ട് ചെക്ക് കേസാണല്ലോ. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കണക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്തുത പറയാനുണ്ടോ? ഒരു വസ്തുതയും അദ്ദേഹത്തിന് പറയാനില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ കാണാതെ പോയി പെൺകുട്ടികളുടെ കണക്ക് അവിടെ മാറ്റി വെക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഇവർ പറയുന്നത് എന്താണ്? ISIS ചേർന്നവർ കണക്കാണ്. NIA പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് ISIS ചേർന്ന് 22 പേരാണ്. നേരത്തെ ശംഖു പറഞ്ഞ എന്താണ്? ശംഖു പറഞ്ഞ് 200 പേർ ഇന്ത്യയിൽ നിന്ന് കാണാറായി. അങ്ങനെയാണെങ്കിൽ 12% ഓർക്കണം. 12% മാത്രം കേരളത്തിലുള്ളപ്പോൾ ISIS ചേരുന്നത് എങ്ങനെയാണ് കേരള സ്റ്റോറി ആവുന്നത്? നിങ്ങളുടെ UP നിന്ന് 24% പേർ, ഈ കണക്ക് പ്രകാരം 24% പേർ ISIS ചേർന്നിട്ടുണ്ട്. എന്താണ് UP സ്റ്റോറി ഇറക്കാൻ നിങ്ങൾക്ക് മടി? എന്താണ് UP സ്റ്റോറി പറയാൻ നിങ്ങൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? നോക്കൂ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെററിസം ബൈ ദ US ഗവൺമെന്റ്, അവർ 66 ഇന്ത്യൻസ് ആർ ജോയിൻഡ് ഇൻ ISIS എന്ന് പറഞ്ഞൊരു വാർത്ത വെളിയിൽ വിട്ടു. ദേശീയ മാധ്യമങ്ങൾ അത് വളരെ വലിയ തലക്കെട്ടിൽ 66 എന്ന് പറയുന്ന നമ്പർ വെളിയിൽ വിട്ടാണ്. ഇവർ പറയുന്ന കണക്ക്
പ്രകാരം NIA കണക്ക് പറയും, ഇവരുടെ ഏജൻസി അല്ലേ, NIA കണക്ക് പ്രകാരം പോലും 22 പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയത്. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ 2 പിഞ്ചോമന കുഞ്ഞുങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇവർ തീയിട്ട് കൊന്നത് ദ ഭാരത് സ്റ്റോറി എന്ന് പറഞ്ഞ് നാളെ പ്രദർശനത്തിന് വെച്ചാൽ ഇവർ സമ്മതിക്കുമോ? അത് ഭാരതത്തിന്റെ മുഴുവൻ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? അത് ഇന്ത്യയുടെ മുഴുവൻ കഥയാണ്, അത് സംഘപരിവാർ ഭീകരവാദത്തിന്റെ കഥയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഇവർ നാടൊട്ടുക്കും BJP അല്ല, അത്തരം ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം BJP ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ ചർച്ചകൾക്ക് ശങ്കോത് പറയുകയും ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരികയും ചെയ്യാം.